യേശു അനേകരെ കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം വിളിക്കുകയുണ്ടായി. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. യേശുവിൻ നാമത്തിൽ മറിയെ പോലെ ആകുലതകൾ, വ്യാകുലതകൾ, പരാതികൾ എറിഞ്ഞ് അത് നടന്നില്ലല്ലോ, ഇത്രയും വർഷം പ്രാർത്ഥിച്ചല്ലോ, ഇത്രയും നാളെ പ്രാർത്ഥിച്ചല്ലോ, ഇത്രയും കാത്തിരുന്നല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം ആ പരാതികൾ നിർത്തിയിട്ട് പകരം കർത്താവിനെ ഒന്ന് വാച്ച് നോക്കാതെ, കലണ്ടർ നോക്കാതെ സ്തോത്രം ഒന്ന് സ്തുതിക്കുമെങ്കിൽ ഐ ഗ്യാരണ്ടി യു വേറെ ആർക്കും ഇല്ലാത്ത ഒരു വലിയ മഹത്വം കർത്താവ് നിനക്കായി വെളിപ്പെടുത്തുന്നത് നിനക്ക് കാണുവാൻ തക്കണം കഴിയും. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതാരുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തതായിരിക്കും, അത് ഒരു വീട്ടിലും വെളിപ്പെടാത്തതായിരിക്കും. നിൻ്റെ സാക്ഷ്യം യുണീക്കായിരിക്കും, നിൻ്റെ സാക്ഷ്യം വ്യത്യാസമായിരിക്കും. സ്തോത്രം. യേശു നിന്നെ വിളിക്കുന്നു. യേശു കർത്താവ് വിളിച്ചതായ പല സന്ദർഭങ്ങൾ സുവിശേഷ ഭാഗത്ത് നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. ഒരു കുരുടനെ കർത്താവ് ഒരു ദിവസം സ്തോത്രം വിളിക്കുകയുണ്ടായി. സുവിശേഷത്തിൽ ഇത്രയും ഉച്ചത്തിൽ നിലവിളിച്ചതായ സ്തോത്രം ഒരുവനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. നോക്കി, അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. കാരണം അത്ര ഭയങ്കരമായി നീ നിലവിളിച്ചതാ.